ഞാൻ എന്തോ ചെയ്യൂ. ഇതെന്താ ഇവിടെ ഇങ്ങനെ? അയ്യോ, ഇത് നേരത്തെ ഇവിടെ തന്നെ ആണല്ലോ. അതല്ല, ഇതെന്താ ഇവിടെ ഈ സ്കൂളിൽ ഡെസ്കിന്റെ ബെഞ്ചിന്റെ കാലൊടിച്ച് കിടക്കുന്നു പറഞ്ഞു. അങ്ങനെ നന്നാക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഓർമ്മയുണ്ടോ നിനക്ക്? പഠിക്കുന്ന സമയത്ത് നീ ക്ലാസ്സിലെ ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ നീ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആവുമെന്നാ ഞാൻ വിചാരിച്ചത്. അയ്യോ, അത് അങ്ങനല്ലല്ലോ പറയുന്നത്. പിന്നെ നീ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുന്ന അങ്ങനെയാണല്ലോ എമ്മത്തുപ്പുറത്ത് പറയുന്നത്. എടാ, പിന്നെ നിന്റെ അമ്മ ഇപ്പോഴുണ്ടോ? അമ്മ വീട്ടിലുണ്ട്, പ്രായമായി ഇങ്ങനെ നടക്കണേ. എടാ, അങ്ങനെയാണെങ്കിലേ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ ഈ പണിക്കൊക്കെ പോകുമ്പോ നിന്റെ അമ്മ ആര് നോക്കൂടാ? അമ്മ മാമനുണ്ട്. അതൊരു ഭാഗ്യമോ കേട്ടോ. പക്ഷെ ഇപ്പൊ ഞാൻ അടിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുക. അതെന്ത് സ്വഭാവ ദൂഷ്യം? സ്ത്രീ വിഷയം മാമന്, സ്ത്രീ വിഷയം. അയ്യോ, വേറൊന്നുമില്ലെന്ന്. സ്ത്രീകളുടെ ശബ്ദം സദാസമയം കേട്ടോണ്ടിരിക്കണം. എപ്പോഴും പെണ്ണുങ്ങളുടെ ശബ്ദം കേട്ടോണ്ടിരിക്കണം. അങ്ങനെ ഞാൻ അടിച്ച് വെളിയിൽ കളഞ്ഞു. ഇപ്പൊ നമ്മുടെ അവിടുത്തെ ജംഗ്ഷനിലെ ഏതോ ഒരു പെട്രോൾ പമ്പിലെങ്ങാണ്ട് ജോലിക്ക് കിടന്ന് കേട്ടു. ഓ, അവിടെ വരുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടിട്ടായിരിക്കും. അല്ല, എന്നാ പിന്നെ അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി? അതിനുമല്ല. പിന്നെ ഈ പെട്രോൾ അടിക്കുന്ന മെഷീൻ ഇല്ലേ, അതിനകത്ത് പെട്രോൾ അടിക്കുമ്പോ പെട്രോൾ 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 അങ്ങനെ കേൾക്കത്തില്ലേ? ഡീസൽ ഡീസൽ അങ്ങനെ കേൾക്കൂലേ? അത് കേൾക്കുമ്പോ അവനൊരു കിരികിരിപ്പ് അതിലിരിക്കുക. രാജേന്ദ്ര, നീ പണ്ട് എന്തൊക്കെ കുരുത്തക്കേടുകളെ കാണിച്ചു കൂട്ടിയെന്ന് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോ പഠിക്കുന്ന സമയത്ത്. ചില്ലറയൊന്നും എന്താ നീ കാണിച്ചത്? എന്റെ വീട്ടിന്റെ മതിലിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ആ ഗേറ്റിന്റെ സൈഡിൽ നീ ഒരു എഴുതി വെച്ച് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? പിതാവുണ്ടോന്ന് നീ എഴുതി വെച്ച് ഓർമ്മയുണ്ടോ? അതെന്താന്നറിയാമോ പിതാവുണ്ടോന്ന് എഴുതി വെച്ചത്? നിന്റെ ആരാണ്ട് ആ മതിലിന്റെ അപ്പുറ സൈഡിൽ മാതാവില്ലാന്ന് എഴുതി വെച്ചു. അപ്പൊ ഞാനൊരു അപ്പൊ പിതാവുണ്ടോന്ന് എഴുതി വെച്ചു. അത് എന്റെ വീടിന്റെ പേരായിരുന്നു, മാതാവില്ല. ഇത് വല്ലോ ഞാൻ അറിയുന്നു. അങ്ങനെ തോറ്റരാ ഞാൻ. പിന്നെ നീ പണി ചെയ്യുന്നത് കൊള്ളാം. പക്ഷേ കാശ് നീ ചോദിച്ച് വാങ്ങിക്കോണം. കാരണം 6 പിശുക്കനാ നമ്മുടെ ഹെച്ചം. എന്നെ വിളിച്ച പുള്ളിയോ? അതും രാജേന്ദ്രനോട് പണി ചെയ്ത പൈസ മേടിക്കാതെ ഞാൻ ഇവിടുന്ന് പോവാൻ. നീ എങ്ങനെ വാങ്ങിക്കുമെന്നാണ് ഈ പറയണത്? എന്റെ പൊന്ന് രാധികയെ, നമ്മുടെ വീടിന്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റ് പണിയാനായിട്ട് അകത്ത പണിയെല്ലാം ഏൽപ്പിച്ചെന്നെ. അങ്ങനെ സൂപ്പർ മാർക്കറ്റ് എല്ലാം വൃത്തിയായിട്ട് ഞാൻ പണി കൊടുത്തു. ഇതിന്റെ മുതലാളി ഒരാഴ്ചയായി, 2 ആഴ്ചയായി, 3 ആഴ്ചയായി ഇവൻ പൈസ തരുന്നില്ല. ഒരു ദിവസം രാഖി രാമാനം കട അടയ്ക്കുന്നതിന് മുമ്പ് 9:30 ആയപ്പോ കടയ്ക്കകത്തോളം കയറുക രാമേന്ദ്രൻ. എന്നിട്ട് അവിടെ കിടന്നൊരു ഒരു ചാക്കിങ് എടുത്ത് നോക്കിയപ്പോ മൊത്തം പച്ചക്കറി ഇരിക്കുന്നത്. ആ ചാക്കിനകത്ത് കുറെ തക്കാളി, കുറെ വെണ്ടയ്ക്ക, കുറെ ക്യാബേജ്, കുറെ സവാള എല്ലാം എടുത്തിട്ട് ചാക്ക് അങ്ങ് നിറച്ച്. ചാക്ക് നിറച്ചിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ കാണാം കൂർക്ക ഇരിക്കുന്നത്. നല്ലതല്ലേ? കൂർക്ക പോർക്കിലിട്ട് വറക്കാല്ലോ. നീ നേപ്പാളിൽ നിന്ന് വന്ന കൂർക്ക ഞാനിനി പോർക്കിനകത്തിട്ട് വരട്ടെ. എടി, അവൻ കത്തിയായിട്ടിരിക്കണെന്ന്. പിന്നെ പച്ചക്കറി അവന്റെ മുന്നിൽ എറിഞ്ഞിട്ട് ഞാൻ പൈസ എടുത്തോണ്ട് കൊടുക്കും. അപ്പൊ ഗൂർക്ക പോലീസ് ആയിരുന്നാ? അതെ. ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ, രാധിക എന്താ ഇവിടെ? ഞാൻ അധ്യാപക വൃത്തി ചെയ്യുന്നു. അത് ശരി. ഒരു അധ്യാപകനെ വൃത്തിയാക്കിയാൽ എന്തോ പൈസ കിട്ടും. എങ്ങനെ അതിന്റെ? അതല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണെന്ന്. ആണോ? ഞാനതല്ലേ അയച്ചോ. പഠിക്കുന്ന സമയത്ത് വൃത്തിയും മെനയില്ലാത്ത നീ അങ്ങനെ അധ്യാപക വൃത്തി എന്ന് പറഞ്ഞ അങ്ങനെ ഞാൻ. ഇയാൾ വന്നാ പിന്നെ പരാതി ഇവിടെ നിൽക്കാൻ പറ്റൂ? അല്ല, ഇയാൾ ഇന്നലെ വരാം, മിനിഞ്ഞാന്ന് വരാം, കഴിഞ്ഞ ആഴ്ച വരാമെന്ന് പറഞ്ഞു. 1 മാസമായിട്ട് എന്നെ പറ്റിച്ചോണ്ടിരിക്കുക. അല്ലല്ലേ, എനിക്ക് വേറെ പണിത്തിരക്കുണ്ട്. നിങ്ങളെ ഇവിടുത്തെ പണി മാത്രമല്ല എന്റെ ഇരിക്കണം. എടോ, ഞാൻ വെറുതെ അല്ലേ ചക്കച്ചോളല്ല തരുന്നത്, കാശ് അങ്ങോട്ട് എണ്ണി തരുന്നത്. കാശ് അങ്ങനെ എണ്ണി തരുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ പണിതിട്ടല്ല, ചുമ്മാ അങ്ങോട്ട് ഫ്രീ ആയിട്ട് തരുമെന്നില്ല. ഒരു സാറിന് മുമ്പിൽ എന്തോ ഇപ്പൊ കാണിച്ചെന്നറിയാലോ? എന്തോ കാണിച്ചു? വൃത്തിയുടെ കാണിച്ചത്. പണി ചെയ്യാൻ വന്നാ പണി ചെയ്യണം. ഒരു കാര്യം ചെയ്യും, വേറെ ആരെയും വിളിച്ച് പണി. അല്ല പിന്നെ അല്ല, അങ്ങനല്ല. ഞാൻ കാര്യം പറഞ്ഞല്ലേ, 1 മാസമായിട്ട് വലിപ്പിച്ചല്ല. രാമേന്ദ്ര മേശിനെ ഈ ഓടിപ്പിച്ച പിന്നെ ഇവിടെ നിങ്ങൾ ആരെയോ അച്ഛാ പോകല്ലേ. രാമങ്കരിന്ന് മീനാക്ഷി പറഞ്ഞിട്ട് വന്നാണ്. അല്ല, കൊല്ലത്തുനിന്ന് ദാക്ഷായണി പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്. അതൊന്നുമല്ല. എന്താ പിന്നെന്തിനാ മോനെ ഞാൻ പോയപ്പോ അച്ഛൻ പോകരുതെന്ന് പറഞ്ഞത്? അച്ഛൻ പോകരുതെന്നല്ല പറഞ്ഞത്, തച്ചാ പോകല്ലേ എന്നല്ല പറഞ്ഞേ. അങ്ങനെയാണ് പറഞ്ഞത്. ഞാനും അതല്ലേ ഞാൻ ആലോചിച്ച. നസീർ സംക്രാന്തിയുടെ പ്രായമുള്ള ഒരു മോൻ അങ്ങനെ ഇരിക്കണ്ട. ഇതാരാണെന്ന് മനസ്സിലായോ? ഇല്ല. രാജേന്ദ്രൻ. നിനക്ക് മനസ്സിലായില്ലേ? എടാ, നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്ന അപ്പുമാഷ്. നമ്മളെ എന്ത് പഠിപ്പിച്ചേ? അപ്പുമാഷ് സ്കൂളിൽ നമുക്ക് 6ാം ക്ലാസ്സിൽ. അത് തന്നെ സാറ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് സാറ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് ടീച്ചറെ പഠിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ ഇതങ്ങോട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അയ്യോ, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. സാറിന് ഓർമ്മ കിട്ടാൻ ഒന്നുകൂടെ. പക്ഷെ ഞാൻ ഒരുമാതിരി പഠിപ്പിച്ച പിള്ളേരെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയാ.